ക്രിസ്തുമസ് എല്ലാവർക്കും വലിയ പ്രത്യാശ നൽകുന്ന അനുഗ്രഹകരമായിട്ടുള്ള അവസരമാണ്. മനുഷ്യനെ തേടി ദൈവം വന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ് എന്നത്. അവൻ വെറുതെ തേടി വരിക മാത്രമല്ല, അവനൊരിടയൻ തന്നെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടുന്ന പോലെ ആ മുൾക്കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അതിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവൻ്റെ ഈ മനുഷ്യാവതാരം നമുക്ക് രക്ഷാകരമാണ്. മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ എല്ലാ അവസ്ഥകളിലേക്കും മടക്കിക്കൊണ്ടു പോകുന്നതാണ് ഈ കർത്താവിൻ്റെ അനുഗ്രഹകരമായിട്ടുള്ള ഈ അഡ്വൻറ്റ്, ഈ ആഗമനം. കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ശാംപ്രവചകൻ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഇതാ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ ആധിപത്യവും സൃഷ്ടിയുടെ മകളായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും അവൻ എല്ലാത്തിൻ്റെ അടിമയായിട്ട് മനുഷ്യൻ രൂപാന്തരപ്പെട്ടു പാപത്തിൻ്റെ ഫലമായിട്ട്. ഇന്ന് മനുഷ്യന് ഒരു കൊതുകിൻ്റെ മേലിൽ പോലും അധികാരമില്ലാത്ത വിധം മനുഷ്യൻ്റെ ജീവനെ ഇല്ലായ്മയാക്കാൻ ഏറ്റവും ചെറിയ ഒരു ജീവഗണത്തിന് പോലും സാധിക്കുന്ന വിധത്തിൽ മനുഷ്യൻ്റെ ആധിപത്യം, മനുഷ്യൻ അത്രമേൽ ദുർബലനും ആയി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ എല്ലാ ആധിപത്യവുമായിട്ട് അവൻ നമ്മുടെ ഇടയ്ക്കിലേക്ക് വന്ന് പറന്നിരിക്കുകയാണ്. നമുക്ക് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ പൂർണ്ണമായിട്ട് തിരിച്ചു തരുന്നതിന് വേണ്ടി അവൻ സമാധാനപ്രഭുവായിട്ട് നമ്മുടെ ഇടയ്ക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവനിലൂടെ ഉണ്ടാകുന്ന സമാധാനം സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്ന സമാധാനമാണ്. അവൻ കടന്നു വരുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മേഖലകളെ, നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്ന മേഖലകളെ, നമുക്ക് പരിഹരിക്കാനാവാത്ത എല്ലാ മേഖലകളെയും തികയ്ക്കുന്ന, ആ പോരായ്മ തീർക്കുന്ന സമ്പന്നതയുടെ സമ്മാനമായിട്ടാണ്. അതുകൊണ്ടാണ് അവനിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്. ഈ ക്രിസ്തുമസ് നമുക്ക് കൃപമേൽ കൃപ നൽകുന്ന വലിയ അവസരമാണ്. നമ്മുടെ എല്ലാ കുറവുകളെപ്പറ്റി, നമ്മുടെ പോരായ്മകളെപ്പറ്റി, നമ്മുടെ വീണുപോകലുകളെപ്പറ്റി നമ്മൾ വിലപിക്കേണ്ട, നേരെമറിച്ച് അവയെല്ലാം വീണ്ടെടുക്കാൻ കടന്നു വന്ന ആ രക്ഷകനിലെ നമ്മൾ ആശ്രയിക്കുക മാത്രമേ വേണ്ടൂ. നമ്മുടെ ആ കുറവുകളെ പരിഹരിക്കാൻ അവനുള്ള ആശ്രയം മതിയായതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കുറേ ആഘോഷത്തിനുള്ള അവസരം മാത്രമായി മാറരുത്. സ്വാഭാവികമായും ക്രിസ്തുമസ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ആഘോഷമാണ്. പക്ഷേ അത് വെറും ആഘോഷത്തിൽ ഒതുങ്ങിത്തീരരുത്, നേരെമറിച്ച് അവനിലുള്ള യഥാർത്ഥത്തിലുള്ള ആശ്രയത്വത്തിലേക്ക്, അവനെ ആഴമായി വിശ്വസിക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നതായി തീരട്ടെ ഈ ക്രിസ്തുമസ് എന്ന് ആശംസിക്കുന്നു.